കുറച്ച് വെള്ളം കുടിക്കട്ടെ. കഴിക്കാനൊന്നും വേണ്ടേ? വെള്ളം മാത്രം മതിയോ? അത് കുടിച്ചോ. വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കല്ലേ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിനൊപ്പം കൊടുക്കാനുള്ള വെള്ളാണത്. സോറി ട്ടോ. ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറും വെള്ളം മാത്രമേ കുടിച്ചാൽ നമുക്കിപ്പോ എങ്ങനെ മുതലാവുക? എന്തെമ്മാ ഹോസ്പിറ്റലിൽ പോണ ദിവസം പൈസ റെഡിയല്ലേ? പൈസ വേണട്ടോ. ആന്റെ അടുത്തുണ്ട്. മന കുട്ടി എന്തെങ്കിലും കഴിച്ചോ? ഞാനൊരു ചിക്കൻ ബിരിയാണി നിങ്ങാണ്ട് വെള്ളം കുടിക്കായിരുന്നു. അപ്പളാ മന വിളി. എന്നാ ശരിട്ടോ. ഞാൻ പൈസ കൊണ്ട് വൈകുന്നേരത്തെ എത്താം. ഇവിടെ വന്നിരിക്കേ. ഒരു ബിരിയാണി എടുത്താ. എന്തിനിപ്പോ നിങ്ങൾ ബിരിയാണി കൊടുക്കണോ? ബിരിയാണിയോട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇജിപ്പോ അത് കഴിച്ചോ. എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലേ? എന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് എനിക്കറിയാം. ഇജിപ്പോ അത് കഴിച്ചോ. ഏതായാലും ഓസിയാണ്. എന്നാ പിന്നെ രാവിലെ ചുറ്റച്ച വെള്ളപ്പം ബാക്കിയുണ്ടല്ലോ, അത് കൊടുത്താ പോരെ. ഇതേ അവസ്ഥയെ ഞാൻ കുറെ അനുഭവിച്ചതാ. അന്ന് ഞാൻ പ്രവാസിയായിരുന്നു. അന്ന് വീട്ടിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെ തിന്നാതെയും കുടിക്കാതെയാണ് ഞാൻ മാസം വീട്ടിൽ പൈസ അയച്ചിരുന്നത്. ഇന്ന് മാസം 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ഞാന് അതിൽ കൂടി എന്തെങ്കിലും കൂട്ടിയിട്ടാണ് വീട്ടിൽ അയച്ചു കൊടുത്തിരുന്നത്. ഇന്നത്തെ വീട്ടിലെ കഷ്ടപ്പാട് അത്രക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഓനെ കണ്ടപ്പോഴേ അതാ എന്റെ മനസ്സിൽ വന്നത്. കുടുംബം നോക്കണേ, ഏതൊരു മനുഷ്യന്റെ അവസ്ഥ ഇതന്നെ ആയിരിക്കും. പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. എനിക്ക് എപ്പോഴാ വിശക്കണു ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം. Download ShareChat.